ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ദീപമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കൂട്ടിലേക്കാണ് കയറിയതാണ്. ഇവരെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാവുക, കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കയറി ഒന്ന് ഇളക്കി കൊടുത്ത് അവരങ്ങ് മാറിക്കോളും. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം 15 ദിവസത്തോളം ഈ ഒരു കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അവർ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ അത് കുറച്ച് ലേറ്റായി നമ്മൾ. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ തന്നെ വെള്ളവും തീറ്റയൊക്കെ ഉണ്ട്. നമ്മൾ എനിക്ക് വരുന്നവരെ ഉണ്ടായിരുന്നു. നമുക്കൊരു 3 കൂടാണുള്ളത് കേട്ടോ. ഒന്ന് കുറച്ച് വലിയ കൂടാണ്, ബാക്കി രണ്ടും കുറച്ച് ചെറുതാണ്. അപ്പോൾ അവർ നമ്മൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി അവരുടെ വെള്ളം, തീറ്റപാത്രം എല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് വേണം അവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അവരെ മുന്നോട്ട് എല്ലാവരും കൂടി കട്ട പിടിച്ച് നിൽക്കുന്നതൊക്കെ മാറി അവരൊന്ന് ഓടാൻ തുടങ്ങും. അപ്പോൾ ഇനിയുള്ളത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ടാവും നമ്മൾ കേട്ടോ. ആ ചകിരിച്ചോറ് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. എന്തെങ്കിലും മെഷീൻസോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ അവരത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് സെറ്റായിട്ട് ആകും. അതെന്തിനാണെന്ന് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ അണുക്കളൊക്കെ വന്നിട്ടിരിക്കുകയാണ്. പിന്നെ അവർ കാഷ്ടമൊക്കെ ഇടുന്നത് കൊണ്ടേ അവരെ അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡും അനിയനും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ അവർ തീറ്റപാത്രമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കി പാത്രമൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ അണുക്കളൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നന്നായി ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അത് അണുക്കളൊക്കെ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രൊസീജിയർ ഇതൊക്കെ ചെയ്താലാണ് അവർ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. പിന്നെ ഈ വെള്ളം കൊടുക്കുന്നതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു വൈറ്റമിൻസ് തരും. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെ അവർക്ക് ആ വൈറ്റമിൻസ് കിട്ടും. പിന്നെ അവർക്ക് സാധാ തീറ്റ, ചെറിയ കുട്ടികൾക്ക് നൈസായിട്ടൊരു പൊടിയായിട്ടാണ് ഉണ്ടാവുക. വലിയവർക്ക് കുറച്ചും കൂടി വലിയ ഉണ്ടാവുക. ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ്. ഇതുപോലെയാണ് കേട്ടോ ഇളക്കി കൊടുക്കേണ്ടത്. അവരിപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.